സർക്കാരിൻ്റെ സമീപനം എന്ത് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണം മുഖ്യമന്ത്രി ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അത്തരം ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി. ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇല്ലാത്ത ഉപകരണങ്ങൾ വളരെ വേഗം വാങ്ങി നൽകാറുണ്ട്. കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തി പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയാക്കും. എന്താണ് ഇതിനർത്ഥം? ഞാൻ ആ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഡോക്ടർ ഫസൽ ഗഫൂറിലേക്കാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഒരു തിരുത്തൽ തുടങ്ങും, സിസ്റ്റം ശരിയാക്കി തുടങ്ങുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. നടപടി ഉണ്ടാകും എന്നതിൻ്റെ കൃത്യമായ സൂചനയായി ഞാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ കാണുകയാണ്. താങ്കളോ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെ പ്രൊഫസറായിരുന്നു. അതിന് പുറമെ നമ്മുടെ ഇന്ത്യയിലെ വലിയ മെഡിക്കൽ കോളേജുകൾ ഹൈദരാബാദ്, മദ്രാസ്, അവിടെയൊക്കെ പഠിച്ചതാണ്. ഈ ഒരു തർക്കവും വേണ്ട. ഏറ്റവും മികച്ച ഡോക്ടർമാർ, ഏറ്റവും മികച്ച തരത്തിലുള്ള സേവനം നടത്തുന്ന സ്ഥലങ്ങളാണ്. ഏറ്റവും ക്വാളിഫൈഡ് ആൾക്കാർ. ഞാൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇരുന്നുകൊണ്ടാണ് സംസാരിക്കണമെന്ന് മനസ്സിലാക്കാം. അവിടെ PSC ഉപകാരം വെറും മെറിറ്റിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ വീഴ്ചകളുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നടക്കുമ്പോൾ സർക്കാരിന് അതിന് ചില പരിമിതികളുണ്ട്. ഈ പുതിയതായിട്ടുള്ള പല സംവിധാനങ്ങൾ കൊണ്ടുവരാൻ എല്ലാത്തും പുതിയതായിട്ടുള്ള സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ആ പുതിയ സംവിധാനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ആ പുതിയ സംവിധാനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വലിയ ക്യൂ ഉണ്ടാകുന്നു. എന്തിനു പറയുന്നത്, MRI സ്കാൻ എടുക്കാനായിട്ട് ദിവസങ്ങളോടെടുക്കും. അത്ര വലിയ ക്യൂ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോക്കേണ്ട ഇത് ഒരു വലിയൊരു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ത് ബില്ല് വരും, ഇതിനെന്ത് ബില്ല് വരും എന്നുകൂടെ നമ്മൾ കണക്കിലെടുക്കണം. എല്ലാ കേസുകളും എമർജൻസി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നിലക്ക് ഡോക്ടർമാർ, അവിടെ നിൽക്കുന്ന ഡോക്ടർമാർ ഏറ്റവും മികച്ച സേവനം നടത്തുന്ന കൂട്ടത്തിലാണ്. അതിലിപ്പോൾ ഹരീഷ് വിളിച്ചു പറഞ്ഞു അത് ഗവൺമെൻറ്റുമായിട്ടുള്ള എന്താണ് അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും ഒരു കാര്യത്തിൽ. അങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ഡോക്ടർ, അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വിളിച്ചു പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ, അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് നോക്കൂ. ഡോക്ടർ ഹാരിസ് അത് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വളരെ വേഗം തന്നെ ഹൈദരാബാദിൽ നിന്നിപ്പോൾ വിമാനമാർഗം എത്തിക്കുകയാണ്. ആ ഓപ്പറേഷനുകൾ, മുടങ്ങിക്കിടന്ന ഓപ്പറേഷനുകൾ നടക്കുകയാണ്. എന്നിട്ടോ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പൊതുസ്ഥിതിയാണെന്നാണ്. അതായത് ഒരു ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ, ഏതൊരു വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു പൊതുസ്ഥിതിയാണ് എന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ആ പൊതുസ്ഥിതി കണ്ടെത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം എന്ന് ആലോചിക്കണം. ഞാൻ സമ്മതിച്ചു. ക്രൈസിസ്, whenever there is a crisis, there will be an attempt to solve it. There will be an attempt to solve it. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാം. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പൊതു ആശുപത്രികൾ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് അനാവശ്യമായിട്ട് മുൻ ഗവൺമെൻറ്റാണെന്ന് ഡിസ്ട്രിക്റ്റ് തോറും മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനായിട്ട് അതിന് തതുല്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാവുന്ന ജില്ലാ ആശുപത്രികൾ, അവിടെ ഈ സംഭാവന, ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണേ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, സീനിയർ റെസിഡൻറ്റ്, ഈ 6-8 പേര് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചുരുങ്ങിയത് 8 പേര് വേണം. 8 × 4 32 വേണം. അത് നടത്താനായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ആകെ 4-6 പേര് 5 പേര് മതി. അപ്പോൾ വിദ്യാർത്ഥികളൊട്ട് ഫീസ് കൊടുക്കണമില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഭാരിച്ച ഒരു ചിലവുണ്ട്. അത് നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ചിലവുണ്ട് ഇതിന് ഭയങ്കരമായിട്ട്. അല്ല, ചെറിയ ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്നുള്ളതിനാണ് എൻ്റെ അഭിപ്രായം. ചെറിയ ചിലവില്ല. അപ്പോൾ ആ നിലക്ക് ഈ പറഞ്ഞ മാതിരി ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ സാധനങ്ങൾ ലഭിക്കുന്നതിൻ്റെ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇതുണ്ടാവും. കാരണം സാധാരണ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു 1000 പേര് OP-യിൽ വരണമെങ്കിൽ, മനസ്സിലായില്ലേ, ഒരു OP-യിൽ ഒരു ദിവസം 1000 പേര് വരണമെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ചതാണ്, അതുകൊണ്ട് പറയുന്നത്, അവിടെ 6000 പേര് വരുന്നു. ഉസ്മാനിയ മെഡിക്കൽ കോളേജിൽ ഹൈദരാബാദിൽ 8000 പേര് വരുന്നു. മദ്രാസ് മെഡിക്കൽ കോളേജിൽ 8000 പേര് വരുന്നു. ഇത്രയധികം രോഗികളുടെ ഒരു ലോഡുണ്ട്. ആ രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷന് പിന്നെ PSC രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ചികിത്സ, അവർക്ക് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി, അതൊക്കെ തന്നെയും പല രോഗികളായി നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.
പല ഓപ്പറേഷനുകളും അടിയന്തരമായി നടത്തേണ്ട ഓപ്പറേഷൻ 6 മാസം കഴിഞ്ഞ് വരൂ എന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ ഒരു സ്ഥിതിയാണല്ലോ. ഇത് പൊതുസ്ഥിതി എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം വേഗത്തിൽ സഞ്ചരിക്കേണ്ടിടത്ത് മുടന്തുന്നു എന്നുള്ളൊരു സ്ഥിതി അവിടെ നിൽക്കുന്നു. അതപ്പോൾ എങ്ങനെ പരിഹരിക്കും? അപ്പോൾ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം എന്ന് അതിനെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയാണത് ശരിയാവുക? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.